നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതായത് DIY പ്രോജക്റ്റുകൾ ചെയ്യുന്നവർക്കും വുഡ് ഫിനിഷിംഗ് വർക്കുകൾ ചെയ്യുന്നവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു കിടിലൻ ടൂളാണ്. ഇത് ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ ഒരു ഡീറ്റെയിൽ സാൻഡറാണ്. 55 വാട്ട്സിലാണ് ഈ ഒരു സാൻഡർ പ്രവർത്തിക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ പ്രോഡക്റ്റ്. അതായത് നമുക്ക് സാൻഡിങ്ങിന് ആവശ്യമായിട്ടുള്ള പേപ്പറുകളും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ 6+6 നമുക്ക് കാണാവുന്നതാണ്. 6 അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റിനോടൊപ്പം തന്നെ. ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അതായത് ഇതിൻ്റെ കൂട്ടത്തിൽ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ തരത്തിലുള്ള 6 ഷീറ്റുകളാണ്. 6 സാൻഡ് പേപ്പർ ഷീറ്റുകളാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് അതിൻ്റെ ഷേപ്പിൽ തന്നെയാണ്, ആ മെഷീൻ്റെ ഷേപ്പിൽ തന്നെയാണ് 6 ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് എടുത്തതിന് ശേഷം ഇങ്ങനെ ഇവിടെ വെച്ച് കൊടുക്കുക, അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അതിനുശേഷം നമ്മുടെ ഉപയോഗത്തിന് ശേഷം ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി പോയതിന് ശേഷം നമുക്ക് ഇതെടുത്ത് ജസ്റ്റ് റിമൂവ് ചെയ്യാം. അതിനുശേഷം അടുത്തെടുത്തിടുക. ഇങ്ങനെ നമുക്ക് ഇത് മാറ്റി മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലുള്ള പേപ്പറുകൾ ഇതേ ഷേപ്പിൽ തന്നെ നമുക്ക് ഈ ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ ഈ ഒരു മെഷീൻ്റെ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ലഭ്യമാണ്. ഈ ഒരു ടിപ്പിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം സൈസിലുള്ള പേപ്പറുകളും അക്സസറീസും കാര്യങ്ങളും എല്ലാം ലഭ്യമാണ്. ഓൺലൈനിൽ നമുക്ക് ലഭ്യമാണ്. നമ്മൾ ചെയ്യേണ്ടത് എത്രമാത്രം ഈ ഒരു മോഡൽ നമ്പർ അടിച്ചു കൊടുക്കുക, അതിൻ്റെ അക്സസറീസ് എന്താണെന്ന് വേണ്ടതെന്ന് നമ്മൾ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു അക്സസറീസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇതിൻ്റെ ആ ഒരു ഏറ്റവും നല്ല ഒരു വശമായിട്ട് തോന്നിയിരിക്കുന്നത് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ തന്നെയാണ്. അതായത് മൗസ് മോഡലുള്ള ആ ഒരു ഡിസൈനും അതുപോലെ തന്നെ നല്ല ഗ്രിപ്പാണ് ഈ ഒരു മെഷീൻ പിടിക്കുക. കയ്യിൽ പിടിക്കുക നല്ലൊരു ഗ്രിപ്പാണ്, നല്ല ഒരു റബ്ബറിൻ്റെ ഒരു ഫീലിംഗ് ഉള്ള, ഇവിടെ എല്ലാം റബ്ബറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് സ്ലിപ്പാവുകയില്ല. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. DIY പ്രോജക്റ്റുകൾ ചെയ്യുന്നവർക്കും മറ്റും ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. നമ്മൾ വിട്ടുപോയ ഒരു പ്രോഡക്റ്റ്, ഈ പ്രോഡക്റ്റിൻ്റെ ബാക്കിയൊരു സാധനം കൂടി ഇതിനകത്തുണ്ട്. അത് വേറൊന്നുമല്ല, നമുക്ക് അത് കാണില്ല സംഭവം അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് ചെറിയൊരു പാക്കിനകത്തട്ടെ ഇതിൻ്റെ ഡസ്റ്റ് കളക്ട് ചെയ്യുന്ന ആ പാർട്ടിലേത്തേക്കിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പൈപ്പിംഗ് സിസ്റ്റമാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഓവൽ ഷേപ്പിലാണ് ഈ ഒരു മെഷീൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് സാധാരണ വാക്വം ക്ലീനറും മറ്റൊന്നും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു കണക്ടർ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിങ്ങനെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ വാക്വം ക്ലീനർ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനുള്ളിൽ കണക്ട് ചെയ്യാവുന്നതാണ്. അല്ലാത്ത പക്ഷം നമുക്കൊരു ബോട്ടിൽ കളക്ടർ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ എന്താണെങ്കിലും ഈ ഒരു കണക്ടർ നമുക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. പിന്നെ എടുത്ത് പറയത്തതായിട്ട് എനിക്ക് തോന്നിയതിൻ്റെ ആ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഈ ഒരു പോയിൻറ്റഡ് ഷേപ്പാണ്. ഈ ഒരു പോയിൻറ്റഡ് ഷേപ്പ് കാരണം നമുക്ക് കോർണറുകളൊക്കെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഇത് ആക്ച്വലി നമുക്ക് ഇതിനകത്ത് വേറൊരു ഓപ്ഷൻ കൂടെ എനിക്ക് തോന്നുന്നു അവൈലബിൾ ആണ്. ഇവിടെ ഇങ്ങനെ ഒരു സ്ക്രൂ ഉണ്ട്, നമുക്കിത് റിമൂവ് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ നമുക്ക് വേണമെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അതായത് എക്സ്ട്രാ കിട്ടുന്ന ഒരു ആക്സസറീസാണ്, അത് നമ്മൾ പ്രത്യേകം മേടിക്കേണ്ടി വരും. ഒരിക്കലും ഇതിൻ്റെ കൂടെ അവൈലബിൾ അല്ല. അപ്പം ഇത് നമുക്ക് ഇങ്ങനെ ടിപ്പ് മാതിരി കുറച്ചുകൂടെ നീട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഷാർപ്പൻ ചെയ്തിട്ട് ഇതേ മോഡലിൽ, അതായത് കൂടുതൽ ഉള്ളിലേക്ക് കയറിയ ഡിസൈൻസുകളുമൊക്കെ നമുക്ക് സാൻഡ് ചെയ്യേണ്ട ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ടൂളുകൾ നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വളരെ ത്രികോണം മാതിരി ഇതേ രീതിയിൽ തന്നെ ഇങ്ങനെ കുറച്ചുകൂടി നീളത്തിൽ വരും. ബാക്ക് സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രൂസ് നമുക്ക് കാണാവുന്നതാണ്. അതായത് ഈ ഒരു പാഡ് നമുക്ക് ഊരിയെടുക്കാനും പറ്റും ഉള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സ്ക്രൂസ് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന മാതിരി ഈ ഒരു പോർഷനും നമുക്ക് റീപ്ലേസ് ചെയ്ത് വേണമെങ്കിൽ പുതിയ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം
മൊത്തത്തിൽ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെ കോമ്പാക്ട് ഡിസൈനാണ്, നമ്മുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കോമ്പാക്ട് ഡിസൈനാണ്. അതിനോടൊപ്പം തന്നെ എന്താണ് ഈ ഒരു ഷേപ്പ് നമുക്ക് വളരെയധികം ഉപകാരപ്പെടും. കാരണം റൗണ്ട് തരത്തിലുള്ള റൊട്ടേറ്റിംഗ് സാൻഡറിൻ്റെ എന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റൊട്ടേറ്റിംഗ് സാൻഡേഴ്സ് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡിസൈൻ വർക്ക് വരുമ്പോഴും എല്ലാ സ്ഥലങ്ങളിലും എത്തുകയില്ല. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ പോർഷൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു സാൻഡർ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അത് തന്നെയല്ല, ഇതിൻ്റെ ഒരു മീറ്റർ കേബിളിൻ്റെ ലെങ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1.5 മീറ്റർ ലെങ്തോളം ഈ ഒരു കേബിളിനുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ചെറിയ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഒരു എക്സ്റ്റൻഷനിൻ്റെ സഹായമില്ലാതെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് വളരെ ഈസിയായി ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.